നമസ്കാരം. അമേരിക്ക ഇറാൻ യുദ്ധം ഇപ്പോഴും അസ്ഥിരമായ അവസ്ഥയിൽ തുടരുന്നതിനിടെ ഏകദേശം $9 ബില്യൺ വില വരുന്ന ആയുധ വിൽപ്പന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് അംഗീകരിച്ച ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ തീരുമാനം ലോക രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. ഇറാൻ യുദ്ധത്തിലെ വെടിനിർത്തൽ കൂടുതൽ ദുർബലമാകുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ, കുവൈറ്റ്, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളുമായി ആയുധ വിൽപ്പന കരാറിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ലേസർ ഗൈഡൻസ് സംവിധാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് വേഗത്തിൽ എത്തിക്കുന്നതിനായാണ് US അടിയന്തര സ്വഭാവത്തോടെ ഈ നീക്കം നടത്തിയതെന്നാണ് വിവരം. സാധാരണ നിലയിലുള്ള കോൺഗ്രസ് അവലോകനം ഒഴിവാക്കി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ കരാറുകൾക്ക് വേഗത്തിൽ അംഗീകാരം നൽകുകയായിരുന്നു എന്നതും ഇവിടെ ശ്രദ്ധേയമാവുകയാണ്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും കൃത്യതയാർന്ന ലേസർ ഗൈഡഡ് ആയുധങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. മേഖലയിലെ സുരക്ഷാ താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് അമേരിക്ക ഈ നിർണായക തീരുമാനമെടുത്തത്. ഇന്ധന പ്രതിസന്ധിയും സംഘർഷ സാധ്യതകളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ സൈനിക സഹായം എത്തിക്കുന്നത്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട വിവരമനുസരിച്ച് ഏകദേശം $9 ബില്യൺ കരാറുകൾക്കാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. BAE സിസ്റ്റംസ് നിർമ്മിച്ച $992.4 ദശലക്ഷം മൂല്യമുള്ള 10,000 അഡ്വാൻസ്ഡ് പ്രിസിഷൻ കിൽ വെപ്പൺ സിസ്റ്റം 2 ഓൾ റൗണ്ടറുകൾ ഇസ്രയേലിന് വിൽക്കാൻ വകുപ്പ് അനുമതി നൽകി. $2.5 ബില്യൺ വരെ വിലമതിക്കുന്ന ഇന്റർഗ്രേറ്റഡ് ബാറ്റിൽ കമാൻഡ് സിസ്റ്റങ്ങളും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങാൻ കുവൈറ്റിന് അനുമതി ലഭിച്ചു. ഈ ആയുധങ്ങൾ ഉടൻ വിൽക്കേണ്ട അടിയന്തര സാഹചര്യം നിലവിലുണ്ടെന്നും ഇത്തരം വേഗത്തിലുള്ള കൈമാറ്റം അമേരിക്കയുടെ ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾക്കുള്ളതാണ് എന്നും റൂബിയോ വിശദീകരണം നൽകിയതായി വകുപ്പിന്റെ പ്രസ്താവനകളിൽ പറയും. സാധാരണഗതിയിൽ ആയുധ വാങ്ങലുകൾ കോൺഗ്രസിന്റെ അവലോകനത്തിന് വിധേയമാണ്. കൂടാതെ ഉപഭോക്താക്കളും വിതരണക്കാരും തമ്മിലുള്ള ചർച്ചകളിലൂടെയാണ് അളവും വിലയും നിശ്ചയിക്കുന്നത്. സ്റ്റേറ്റ് സെക്രട്ടറി മുൻപ് മാർച്ചിലും പശ്ചിമേഷ്യൻ സഖ്യകക്ഷികൾക്ക് വേഗത്തിലുള്ള ആയുധ വിൽപ്പനയ്ക്ക് അംഗീകാരം നൽകിയിരുന്നു. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ സൈനിക നീക്കം ആരംഭിച്ചതിന് പിന്നാലെ മേഖലയിലെ പല രാജ്യങ്ങളും ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ഇരയായിരുന്നു. സുപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് സംഘർഷത്തിന്റെ ആദ്യ നാളുകൾ മുതൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇത് ആഗോള ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. US-ഉം ഇറാനും തമ്മിലുള്ള ചർച്ചകൾ പുരോഗതിയില്ലാതെ തുടരുന്നത് ആകാശാക്രമണങ്ങൾ പുനരാരംഭിച്ചേക്കാമെന്ന ഭീതി വർദ്ധിപ്പിക്കുന്നതിനിടയിലാണ് പുതിയ ആയുധ കച്ചവടത്തിന്റെ വാർത്ത പുറത്തുവരുന്നത്. ഈ നീക്കം ഒരു സാധാരണ പ്രതിരോധ കരാർ മാത്രമല്ല, മറിച്ച് ട്രംപിന്റെ വലിയ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത്. ഇറാനെ നേരിട്ട് ആക്രമിക്കുന്നതിനൊപ്പം അതിന്റെ ചുറ്റുപാടുള്ള രാജ്യങ്ങളെ ശക്തിപ്പെടുത്തി ഒരു പ്രാദേശിക സൈനിക വലയം സൃഷ്ടിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഈ രീതിയിൽ അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ മുഴുകാതെ തന്നെ ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു. എന്നാൽ ഇതിനു പിന്നിൽ യുദ്ധക്കൊതി എന്ന വിമർശനവും ശക്തമാണ്. യുദ്ധം 9 ആഴ്ചകൾ പിന്നിട്ടിട്ടും സമാധാനം ഉറപ്പാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കൂടുതൽ ആയുധങ്ങൾ വിതരണം ചെയ്യുന്നത് സംഘർഷം കുറയ്ക്കുന്നതല്ല, മറിച്ച് അതിനെ കൂടുതൽ നീട്ടുന്നതാണ് എന്നതാണ് വിമർശകരുടെ വാദം. അതോടൊപ്പം കോൺഗ്രസിന്റെ സാധാരണ പരിശോധനാ നടപടികൾ ഒഴിവാക്കി കരാറുകൾ വേഗത്തിൽ നടപ്പാക്കിയത് ട്രംപിന്റെ ഭരണശൈലിയിലുള്ള ഏകപക്ഷീയതയെയും ശക്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവസരാവസ്ഥ ചൂണ്ടിക്കാട്ടി നിയമപരമായ തടസ്സങ്ങൾ മറികടന്നത് യുദ്ധത്തിന്റെ വേഗത്തിൽ നീക്കങ്ങൾ നടത്താനുള്ള അദ്ദേഹത്തിന്റെ ആകാംക്ഷയെയാണ് കാണിക്കുന്നത്. ഈ ആയുധ വിൽപ്പനയ്ക്ക് പിന്നിൽ സാമ്പത്തിക ഗുണങ്ങളും അവഗണിക്കാനാവില്ല. അമേരിക്കൻ പ്രതിരോധ കമ്പനികൾക്ക് $1 ബില്യൺ വരുമാനം ഉറപ്പാക്കുന്ന ഈ കരാറുകൾ യുദ്ധകാലത്ത് പോലും സാമ്പത്തിക നേട്ടങ്ങൾ നേടാനുള്ള ശ്രമമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ആയുധ ആവശ്യകത വർദ്ധിച്ചതോടെ അമേരിക്ക അത് പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ്. അതേസമയം ഈ നീക്കം പ്രാദേശിക സമാധാനത്തിന് വലിയ ഭീഷണിയുമാണ്. കൂടുതൽ ആയുധങ്ങൾ മേഖലയിൽ എത്തുമ്പോൾ ചെറിയ സംഘർഷങ്ങൾ പോലും വലിയ യുദ്ധങ്ങളിലേക്ക് മാറാനുള്ള സാധ്യത ഉയരും. ഇറാനും ഇതിനോട് പ്രതികരിക്കാൻ കൂടുതൽ ശക്തമായ സൈനിക നീക്കങ്ങൾ സ്വീകരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ചുരുക്കത്തിൽ ഈ $9 ബില്യൺ ആയുധ വിൽപ്പന ട്രംപിന്റെ യുദ്ധതന്ത്രത്തിന്റെ വ്യക്തമായ സൂചനയാണ്. സമാധാനത്തെക്കാൾ ശക്തി പ്രകടനത്തിന് മുൻഗണന നൽകുന്ന സമീപനം. എന്നാൽ ഈ നീക്കം അമേരിക്കയ്ക്ക് താൽക്കാലിക ശക്തി നൽകുന്നുവെങ്കിലും ദീർഘകാലത്തിൽ ലോകത്തെ കൂടുതൽ അസ്ഥിരതയിലേക്കും അപകടകരമായ സംഘർഷങ്ങളിലേക്കും നയിക്കുമെന്ന ആശങ്കയും അത്രമേൽ ശക്തമാണ്.